ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ഓരോ വീഡിയോകളിലായിട്ട് നമ്മൾ സാലറി അഡ്വാൻസ് കിട്ടുമ്പോഴും സാലറി പേബിളായിട്ട് വരുമ്പോഴും എങ്ങനെയാണ് ജേണൽ എൻട്രി എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ടാലിയിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, സാലറി അഡ്വാൻസ് വരികയാണെങ്കിൽ ടാലിയിൽ നമ്മൾ 3 ജേണൽ എൻട്രീസാണ് ഇടുന്നത്. ഫസ്റ്റ് സാലറി അഡ്വാൻസ് വാങ്ങുമ്പോൾ F5-ലാണ് നമ്മൾ ജേണൽ എൻട്രി ഇടുന്നത്. രണ്ടാമത്, ഒരു മാസത്തിൻ്റെ അവസാനം ഈ സാലറി പേബിളായിട്ട് കാണിക്കണം. കാരണം ഒരു മാസത്തെ സാലറി അടുത്ത മാസത്തിൻ്റെ ആദ്യ വീക്കിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ജേണൽ എൻട്രി മാസത്തെ സാലറി നമ്മൾ അടുത്ത മാസം കൊടുക്കുന്നതായിട്ട് കാണിക്കണം. അങ്ങനെ സാലറിയെ സംബന്ധിച്ചിടത്തോളം 3 ജേണൽ എൻട്രിയാണ് വരുന്നത്. ഈ ജേണൽ എൻട്രി മാത്രം അറിഞ്ഞിരുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മളിത് ടാലിയിലേക്ക് വരുമ്പോൾ ഏത് ലെഡ്ജർ ഹെഡിലാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ജേണൽ എൻട്രി വരുന്നത് സാലറി അഡ്വാൻസ് ഡെബിറ്റ്, ക്രെഡിറ്റ് ചെയ്യുന്നത് ബാങ്കിനെയോ ക്യാഷിനെയോ ആയിരിക്കാം. ഇനി സാലറി അഡ്വാൻസിനെ ഡെബിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ടാലിയിൽ ഏത് ലെഡ്ജർ ഹെഡിലാണ് ഇത് വരുന്നതെന്ന് നമ്മൾ അറിയണം. സാലറി അഡ്വാൻസ് എന്ന് പറയുന്നത് ടാലിയിൽ ലോൺ ആൻഡ് അഡ്വാൻസ് എന്ന് പറയുന്ന ലെഡ്ജർ ഹെഡിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സാലറി അഡ്വാൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ലെഡ്ജർ ഹെഡിൽ വേണം അത് ക്രിയേറ്റ് ചെയ്യാൻ. ഇനി രണ്ടാമത്, മാസാവസാനം പേബിളാന്ന് കാണിക്കണം അല്ലേ. അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് സാലറി അക്കൗണ്ട് ഡെബിറ്റ്. സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് കാണിക്കണം, അതുകൊണ്ട് സാലറി ഡെബിറ്റ് ചെയ്തു. ഇനി ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്നത് സാലറി അഡ്വാൻസ് ആണ്. കാരണം ഒരാളുടെ സാലറി ഇപ്പോൾ 10,000 രൂപയാണെന്ന് വെക്കുക. അപ്പോൾ സാലറി എന്ന് പറഞ്ഞ് 10,000 രൂപ ഡെബിറ്റ് ചെയ്തു. 5,000 രൂപ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു അസറ്റിനെ കുറച്ച് കാണിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് കാണിച്ചിരിക്കുന്നത്. സാലറി അഡ്വാൻസിനെ ക്രെഡിറ്റ് കാണിച്ചു 5,000. ഇനി എത്ര രൂപയാണ് പേ ചെയ്യാനുള്ളത്? ബാലൻസ് വരുന്ന 5,000. അപ്പോൾ സാലറി പേബിൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് 5,000 കൂടെ കൊടുക്കണം. അപ്പോൾ ഫുള്ള് ജേണൽ എൻട്രി വരുന്നത് സാലറി അക്കൗണ്ട് ഡെബിറ്റ്, സാലറി അഡ്വാൻസ് ക്രെഡിറ്റ്, സാലറി പേബിൾ ക്രെഡിറ്റ്. ഇനി അടുത്ത മാസത്തിൻ്റെ ആദ്യ വീക്കിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് സാലറി പേബിൾ. പേബിൾ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ പേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ലയബിലിറ്റിയുടെ ഹെഡിൽ വേണം. അപ്പോൾ സാലറി പേബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ചെയ്യേണ്ടത് ബാങ്കോ ക്യാഷോ ആണ്. അപ്പോൾ ഈ ജേണൽ എൻട്രീസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോയ്ക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.